നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ സ്നേഹപുത്രൻ്റെ തിരുപ്പിറവി ആഘോഷത്തോട് സംഘപരിവാറിൻ്റെ അസഹിഷ്ണുത തിളച്ചു പൊന്തുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ടക്കൊലപാതകത്തിന് വിധേയമാക്കിയ പ്രതികളെല്ലാം RSSൻ്റെ സജീവ പ്രവർത്തകരാണ്. എന്നിട്ടും ഇതൊന്നും ചിലർ കാണുന്നില്ല, ചിലർ ഒന്നും പറയുന്നുമില്ല. നേമം ത്രിപുര മോഡൽ വോട്ട് കച്ചവടത്തിലൂടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരം BJPക്ക് വിറ്റ വലതുപക്ഷക്കാർക്ക് വേണ്ടി നിരന്തരം നിർദാക്ഷിണ്യം ഒത്താശപ്പണി ചെയ്യുന്ന സഹമാധ്യമങ്ങളെ നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ എതിർക്കാം. അവർക്കെതിരെ ആവും വിധം എല്ലാത്തരം വിദ്വേഷ പ്രചരണങ്ങളും അഴിച്ചുവിടാം. പക്ഷേ നിങ്ങൾ ഈ നാടിനെ ഒറ്റിക്കൊടുക്കരുത്. ലോകത്തെമ്പാടും അതിഥി തൊഴിലാളികളായി പണിയെടുക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ പണി അന്വേഷിച്ചു വന്ന ഒരു സഹോദരനെ ബംഗ്ലാദേശിയാണെന്നാരോപിച്ച് അടിച്ചു കൊന്നവർ ആരാണെന്ന് പറയാൻ, ആരാണെന്ന് നാടിനോട് പറയാൻ എന്താണ് മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്കിത്ര മടി? നിങ്ങൾ പോറ്റി വളർത്തുന്ന ശിങ്കിടി നിരീക്ഷകരെ കൊണ്ട് കേന്ദ്ര ഭരണകക്ഷിയുടെ ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരെ ചർച്ച നടത്തിക്കാൻ എന്തേ നിങ്ങൾ ഭയപ്പെടുന്നു? കുടുംബത്തിൻ്റെ വിശപ്പകറ്റാൻ പണിയന്വേഷിച്ച് നമ്മുടെ നാട്ടിലെത്തിയ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നവർ RSSകാരാണെന്ന് കൈരളി ന്യൂസ് മാത്രം പറഞ്ഞാൽ മതിയോ സഹജീവികളെ? പന്തളവും പാലക്കാടും അടക്കമുള്ള മുനിസിപ്പാലിറ്റികളിലും നിരവധി ഗ്രാമപഞ്ചായത്തുകളിലും കേന്ദ്ര ഭരണകക്ഷിക്ക് തിരിച്ചടിയേറ്റു എന്ന് വസ്തുത പറയാൻ സഹജീവികളെ നിങ്ങൾ മടിച്ചതിൻ്റെ തുടർച്ചയാണ് ഇതൊക്കെ. തോൽപ്പിച്ചത് ഇടതുപക്ഷമാണെന്ന് നിങ്ങൾ സൗകര്യപൂർവ്വം മറന്നോളൂ. എന്നാലും കേരളത്തെ ശത്രു രാജ്യത്തെപ്പോലെ സമീപിക്കുന്ന കേന്ദ്ര ഭരണകക്ഷിക്ക് തിരിച്ചടി സംഭവിച്ചത് ഒരു വാർത്ത പോലും അല്ലാതായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ഒത്താശക്കാർ ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനോട് എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. പതിറ്റാണ്ടുകളായി മലയാളികൾ ഒന്നിച്ചാഘോഷിച്ച ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മേൽ പരിവാരം ദണ്ട് വീശി തുടങ്ങി. ഒരുമയുടെയും മൈത്രിയുടെയും ഇടങ്ങളിലേക്ക് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സംഘഗീതങ്ങൾ പാടിക്കൊണ്ട് പരിവാരത്തിന് കടന്നു കയറാൻ വിടുപണി ചെയ്യുന്ന UDFും ശിങ്കിടി മാധ്യമങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ തെരുവുകളിൽ നിർദ്ദയം വിചാരണ ചെയ്യപ്പെടും. വെച്ചു പൊറുപ്പിക്കില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി താക്കീത് നൽകിയിട്ടുണ്ട്. ഇതാ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഹാളിൽ ഗണഗീതം പാടി BJP പണി തുടങ്ങിയത് എല്ലാവരും കേൾക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വൻ തിരിച്ചടി നേരിട്ടു എന്ന വ്യാജ പ്രതീതി സൃഷ്ടിച്ചത് വർഗീയ വിധ്വംസക ശക്തികൾക്ക് വെറുപ്പിൻ്റെ മറ നീക്കിയ സംഘഗീതം അവതരിപ്പിക്കാനുള്ള ലൈസൻസായി മാറുകയാണോ